Hello friends, welcome back to my channel. ഞാൻ സഞ്ജൂസ് നായർ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂട്യൂബ് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസവും അപ്ഡേറ്റ്സിന് പുറത്ത് അപ്ഡേറ്റ്സ് കൊണ്ടുവന്ന് യൂട്യൂബേഴ്സിനെയും അതുപോലെ പബ്ലിക്കിനെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞാനും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ്സ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്, പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ രാവിലെയും നിങ്ങളെ കണ്ടു കാണും ഒരു പുതിയ അപ്ഡേറ്റ് ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ യൂട്യൂബിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുകയാണ്. യൂട്യൂബിൻ്റെ രൂപത്തിലും ഭാവത്തിലും എല്ലാത്തിലും മാറ്റങ്ങൾ അവർ കൊണ്ടുവരികയാണ്. നമ്മുടെ യൂട്യൂബേഴ്സിനും വ്യൂവേഴ്സിനും എല്ലാം സന്തോഷകരമായതും യൂസ്ഫുൾ ആയതുമായ കാര്യങ്ങളാണ് യൂട്യൂബ് മാറ്റിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ രാവിലെ ഞാനൊരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്ന് വെളിയിൽ പോയി വൈകിട്ട് വന്നപ്പോഴാണ് കണ്ടത് പുതിയ ഒരു അപ്ഡേറ്റും കൂടെ അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ആ അപ്ഡേറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതായത് യൂട്യൂബേഴ്സിൻ്റെ കുറേ നാളായിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആയിരുന്നു, ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു പുതിയ അപ്ഡേറ്റ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് ആ അപ്ഡേറ്റ് എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ബട്ടൺ സോ ദാറ്റ് ഞാനെടുത്ത പുതിയ വീഡിയോകളുടെ പ്രത്യേകിച്ച് പുതിയ അപ്ഡേറ്റ്സ് ഇനി വരാൻ പോകുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ യൂട്യൂബേഴ്സിൽ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അവരുടെ ചാനലിൽ ലോങ് വീഡിയോസും ഷോർട്സും ലൈവ് സ്ട്രീമും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നവർ. അപ്പോൾ ഈ ലോങ് വീഡിയോസും ഷോർട്സും അതുപോലെ ലൈവ് സ്ട്രീംസും ഒക്കെ ഒരു പബ്ലിക് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാലും നമ്മൾ സ്വയം നമ്മളുടെ ചാനലിൽ വ്യൂ ചെയ്താലും അതെല്ലാം കൂടെ വീഡിയോസ് എന്ന് പറയുന്ന ഒരു ടാബിനുള്ളിൽ അതിനടിയിലായിട്ട് ഒന്നിച്ച് കിടക്കുകയായിരുന്നു, കുഴഞ്ഞു മറിഞ്ഞ ഒരു അവിയൽ രൂപത്തിൽ കിടക്കുകയായിരുന്നു ഇത്രയും നാൾ. അപ്പോൾ അതിനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യണം, അതിനെ ഒന്ന് സെപ്പറേറ്റ് ആക്കണം എന്നുള്ളത് യൂട്യൂബേഴ്സിൻ്റെ കുറേ നാളുകൊണ്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. നമ്മളിടുന്ന എല്ലാ വീഡിയോസും, അത് ഷോർട്സ് ആണെങ്കിൽ ഷോർട്സ് ആവട്ടെ, ലോങ് വീഡിയോസ് ആണെങ്കിൽ ലോങ് വീഡിയോസ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ലൈവ് സ്ട്രീംസ് ആയിക്കോട്ടെ, അതെല്ലാം വീഡിയോസ് എന്ന് പറയുന്ന ഒരു ടാബിനുള്ളിലായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അതിനുള്ളിൽ ഷോർട്സ് വേറെ ആയിട്ട് കിടക്കും, ലൈവ് സ്ട്രീംസ് വേറെ ആയിട്ട് കിടക്കും, അല്ലെങ്കിൽ ലോങ് വീഡിയോസ് വേറെ ആയിട്ട് കിടക്കും. പക്ഷേ വന്നിരുന്നതെല്ലാം ഒരു ടാബിനുള്ളിലായിട്ടാണ്. അപ്പം അതൊരു കുഴഞ്ഞു മറിഞ്ഞ നമ്മുടെ ഹിന്ദിയിലൊക്കെ പറഞ്ഞ കിച്ചടി പരുവത്തിൽ, മലയാളത്തിൽ പറഞ്ഞ ഒരു അവിയൽ പരുവത്തിലാണ് അത് കിടന്നിരുന്നത്. അതിനെ ആ ഒരു സംഭവത്തെയാണ് ഇപ്പോൾ യൂട്യൂബ് മാറ്റിയിരിക്കുന്നത്. അതായത് യൂട്യൂബേഴ്സിൻ്റെ കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹത്തെ സാക്ഷാത്കരിച്ചുകൊണ്ടാണ് യൂട്യൂബ് ഈ പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നലെ രാവിലെയാണ് മൊബൈൽ നോക്കിയപ്പോൾ ആ സംഭവത്തെ കണ്ടത്. പക്ഷേ വെളിയിലായിരുന്നതുകൊണ്ട് അതിടാൻ ഇച്ചിരി താമസിച്ചു പോയി. അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് 3 ടാബ്സ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഹോം എന്ന് പറയുന്ന ടാബുണ്ട് നമ്മുടെ ചാനലിൽ. ഹോമിൽ സാധാരണ എല്ലാ വീഡിയോസും ഒന്നിച്ച് നേരത്തെ കാണിച്ചുകൊണ്ടിരുന്നതാണ്. അത് വീണ്ടും അതുപോലെ തന്നെ ആയിരിക്കും കാണിക്കുന്നത്. അതിപ്പോൾ നിലവിലുള്ളതുപോലെ തന്നെയാണ്. എല്ലാ ഷോർട്സും വീഡിയോസും നമ്മുടെ ലോങ് വീഡിയോസും അതുപോലെ നമ്മുടെ ലൈവ് സ്ട്രീംസ് ആയിട്ടുള്ള വീഡിയോസും എല്ലാം ഹോമിൽ കാണിക്കും, ഒന്നിച്ച് തന്നെ കാണിക്കും, നേരത്തെ കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വീഡിയോസ് എന്ന് പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന അതേ ടാബ്, പക്ഷേ അതിൻ്റെ അടിയിൽ ഓൺലി ലോങ് വീഡിയോസ് മാത്രമേ കാണിക്കത്തുള്ളൂ. ഇനി വീഡിയോസിന് തൊട്ടടുത്തായിട്ട് നോക്കിയാൽ ഷോർട്സ് എന്ന് പറഞ്ഞ പുതിയ ടാബ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ഷോർട്സ് മാത്രം കാണിക്കും. ഇതിൻ്റെ അടിയിൽ തൊട്ടടുത്തായിട്ട് എൻ്റെ പേജിൽ കാണാനുള്ള പ്ലേലിസ്റ്റാണ്. പക്ഷേ ഞാൻ ഇതുവരെ ലൈവ് ഒന്നും പോയിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ ഒരു ടാബ് കാണിക്കാത്തത്. ലൈവ് പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ചാനലിൽ കയറിയാൽ അറിയാം. ഷോർട്സിന് തൊട്ടടുത്തായിട്ട് ലൈവ് എന്ന് പറയുന്ന ടാബ് ഉണ്ടായിരിക്കും. അതിനുള്ളിൽ അവർ പോയിട്ടുള്ള കംപ്ലീറ്റ് ലൈവ് സ്ട്രീമിങ്ങും അതിനുള്ളിൽ കാണിക്കും. അത് 3 തരത്തിലുള്ളതും കാണിക്കും. അതായത് കറൻ്റ്ലി ആക്റ്റീവായിട്ടുള്ള ലൈവ്, ആർച്ചീവായിട്ടുള്ളത്, അതുപോലെ ഷെഡ്യൂൾഡ് ചെയ്തിട്ടുള്ള ലൈവ്, അങ്ങനെയുള്ള എല്ലാ വീഡിയോസും അതിനുള്ളിലായിട്ട് കാണിക്കുന്നതായിരിക്കും. അതായത് ലോങ് വീഡിയോസിന് വേണ്ടി ഇത്രയും നാളുണ്ടായിരുന്നത് പോലെ വീഡിയോസിന് അണ്ടറിൽ തന്നെ ലോങ് വീഡിയോസ് വരും. അതിന് തൊട്ടടുത്തായിട്ട് ഷോർട്സ് എന്ന് പറയുന്ന ടാബുണ്ട്. അതിനുള്ളിലായിരിക്കും നമ്മളെടുത്ത് പോസ്റ്റ് ചെയ്യുന്ന എല്ലാ ഷോർട്സും ഉണ്ടാകുന്നത്. അതുപോലെ ലൈവ് സ്ട്രീമിനുള്ളിലായിട്ട് നമ്മൾ പോകുന്ന ലൈവിൻ്റെ എല്ലാ പോസ്റ്റുകളും ലൈവ് സ്ട്രീമിനുള്ളിലായിട്ട് വരും, അതിൻ്റെ അണ്ടറിലായിട്ട് വരും. ഈ ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് വളരെയധികം യൂട്യൂബേഴ്സ് ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മൾ ആഗ്രഹിച്ചതുപോലെ യൂട്യൂബ് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിനെ കസ്റ്റമൈസ് ചെയ്ത് തന്നിരിക്കുകയാണ്. 3 ടാബ് 3 തരത്തിലുള്ള വീഡിയോസിനും വേണ്ടിയിട്ട്. ഇത് ആഗ്രഹിച്ചിരുന്ന കാര്യം യൂട്യൂബ് സാക്ഷാത്കരിച്ച് തന്നിരിക്കുന്നു. ഇനി നമുക്ക് ഇതിനെയും എൻജോയ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പുതിയ അപ്ഡേറ്റാണ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി കണ്ടറിയണം 2023 ആരംഭിക്കുമ്പോഴേക്ക് ഇനി എത്രമാത്രം പുതിയ അപ്ഡേറ്റ്സും ഫെസിലിറ്റീസും യൂട്യൂബേഴ്സിനും പബ്ലിക്കിനും വേണ്ടിയിട്ട് യൂട്യൂബ് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളത്. അത് കണ്ടറിയാം, നമുക്ക് നോക്കാം, കാത്തിരിക്കാം. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് വന്നാൽ ഉടൻ തന്നെ ഞാൻ അതും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക. ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ
അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.